വാടാനപ്പള്ളിയിൽ KC അനുകൂല ഫ്ലക്സ് വെച്ചത് CPIM പ്രവർത്തകൻ അരവശ്ശേരി മുഹമ്മദാണ്. സേവ് കോൺഗ്രസിന്റെ പേരിൽ ഫ്ലക്സ് സ്ഥാപിച്ചത്. ഇന്നലെ രാത്രി ഫ്ലക്സ് വയ്ക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് CPIM പ്രവർത്തകൻ. ലിവിൻ K. വിജയൻ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ലിവിൻ, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശൂർ വാടാനപ്പള്ളിയിലാണ് സേവ് കോൺഗ്രസ് എന്നുള്ള പേരിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കണമെന്ന് കാട്ടിക്കൊണ്ട് KC നയിക്കട്ടെ എന്ന് എഴുതിയ ഫ്ലെക്സ് ബോർഡ് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് സ്ഥാപിച്ചത്. ഈ ഫ്ലെക്സ് ബോർഡ് വന്നതിന് പിന്നാലെ തന്നെ ഇതാരാണ് വെച്ചത് എന്നുള്ള കാര്യത്തിൽ ചില തർക്കങ്ങളും മറ്റുമൊക്കെ ഈ വാടാനപ്പള്ളി പരിസരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ തന്നെ വിശദമായി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കോൺഗ്രസുമായി ബന്ധമില്ലാത്ത CPM പ്രാദേശിക നേതാവായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള വ്യക്തിയുടെ ഭർത്താവാണ്. പഞ്ചായത്ത് ഓഫീസ് അംഗം കൂടിയാണ്, പഞ്ചായത്തിന്റെ അംഗം, ജനപ്രതിനിധി കൂടിയാണ് ഇവരുടെ ഭർത്താവാണ്. ഇത്തരത്തിൽ CPM അനുഭാവിയായ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് വെച്ചത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. പട്ടിലങ്ങാടി ബ്ലോക്ക് മെമ്പറുടെ ഭർത്താവായിട്ടുള്ള അരവശ്ശേരി മുഹമ്മദാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് സ്ഥാപിച്ചതും മറ്റും. ഇത് CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടതോടുകൂടി അത് CPM വലിയ നാണക്കേടായിട്ടുണ്ട്. UDF മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വാടാനപ്പള്ളിയിൽ ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മറ്റും നടന്നിട്ടുണ്ട്. സംഭവത്തിൽ പരാതിയും കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. നാടൊട്ടുക്ക് KC വേണുഗോപാലിന് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്കും അതോടൊപ്പം തന്നെ VD സതീഷിന് വേണ്ടിയും എല്ലാം ഫ്ലെക്സുകൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ സ്ഥാപിക്കുമ്പോഴാണ് തൃശൂർ വാടാനപ്പള്ളിയിൽ ഒരു സഹായം എന്നുള്ള നിലയിലായിരിക്കണം ഒരുപക്ഷെ CPM അനുഭാവിയും പ്രവർത്തകനുമായിട്ടുള്ള അരവശ്ശേരി മുഹമ്മദ് കൂടി സ്ഥാപിച്ചത്. അതേ ചൊല്ലി CPM സംബന്ധിച്ചുകൊണ്ട് വലിയ നാണക്കേടുണ്ടായിട്ടുണ്ട്. അതിൽ കോൺഗ്രസും പരാതി നൽകിയിട്ടുണ്ട്. ശരി, ലിവിൻ K. വിജയനാണ് വിവരങ്ങൾ നൽകിയത്.